ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തിരുവള്ള നയനാരുടെ അമൂല്യമായ കൃതിയുടെ പഠനങ്ങൾ തുടങ്ങിയാണ്. തിരുക്കുറൾ, തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്നൊക്കെ അറിയപ്പെടുന്ന തിരുക്കുറളിൽ 133 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിലും 10 കുറളുകൾ വീതം 1330 ഇരടികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായത്തിനും തനതായ ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ദൈവസ്തുതി, സന്യാസം, ധർമ്മം എന്നിങ്ങനെ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗൃഹസ്ഥം, ജീവിതസഖി, സന്താനങ്ങൾ, ദയ, ആതിഥ്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം, പയാടിത്തം. ഇന്ന് നമ്മൾ പാപ കർമ്മ ഭയം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഫിയർ ഓഫ് സിൻ, ഇതാണ് ഇന്നത്തെ വിഷയം. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും ജോഷ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. அனைவருக்கும் வணக்கம். திருக்குறள் 21ஆம் അധ്യായം. തിരുക്കുറൾ മലയാള രമേശ് നായരുടെ പുസ്തകത്തിലെ 4 വരി ഞാൻ അത് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കിടക്കാം. മനുഷ്യനായി ജനിച്ച ആരും മനുഷ്യനായി തന്നെ ജീവിക്കണം എന്നതാണ് കുറൾ മൊഴി. മനുഷ്യനായി ജനിച്ച ആരും മനുഷ്യനായി തന്നെ ജീവിക്കണം എന്നതാണ് തിരുക്കുറൾ മൊഴി. അതിൻ്റെ സമാഹാരമാണ് തിരുക്കുറൾ. മനഃശുദ്ധിയും മനുഷ്യ സംസ്കൃതിയും വിളയിച്ചെടുക്കാനുള്ള സ്വർണ്ണ വിത്തുക്കളാണ് അവ. ഈ മഹാദർശന സമ്പുടം ആർക്കും ഏത് അവസരത്തിലും ഒരു ഗുരു എന്ന പോലെ പ്രകാശമരുളുന്നു. ഏത് പ്രതിസന്ധിയിലും പരിഹാരം നിർദ്ദേശിക്കുന്ന, ഏത് ദൗർബല്യത്തിനും ശക്തി പകരുന്ന 1330 ദിവ്യ സൂക്തങ്ങളാണ് ഈ തിരുക്കുറൾ. അതില് നമ്മൾ ഇതുവരെ 20 അധ്യായങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ നമ്മളത് നോക്കി വന്നു. ഇന്ന് 21ാമത്തെ അധ്യായമാണ്. തമിഴില് തീ വിനൈ അച്ചം, മലയാളത്തിലെ പാപ കർമ്മ ഭയം എന്ന് പറയുന്നുണ്ട്. ഫിയർ ഓഫ് സിൻ, അതായത് സജ്ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒരിക്കലും പാപകർമ്മങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല, അന്യർ ചെയ്യുന്ന പാപകർമ്മങ്ങളെ പോലും അവർ ഭയപ്പെടുന്നു. തിന്മ വിളയിക്കുന്ന എല്ലാറ്റിലും നിന്ന് അവർ അകന്നു നിൽക്കുന്നു. ധർമ്മനിരതരമായി ഇരിക്കേണ്ട ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്കല്ലാതെ സ്ഥാനമില്ലല്ലോ. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കാനും പാപം തരുന്ന കർമ്മങ്ങളിലേക്ക് ചെല്ലാതിരിക്കാനും ഉള്ള ഒരു പേടിക്കേണ്ട, അല്ലെങ്കിൽ അത് ചെയ്യാൻ വിമുക്ത കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിലെയാണ് തിരുവള്ളുവർ അത് പറയുന്നത്. ആദ്യത്തെ ഇതാണ് കുറൾ 201. തീ വിനയാർ അഞ്ചാർ വിഴുമിയാർ അഞ്ചുവർ തീവിனை என்னும் ചെരുക്ക്. தீவினையார் அஞ்சார் விழுமியார் அஞ்சுவர் தீவினை என்னுം ചെരുക്ക്. തമിഴില് പറയുകയാണെങ്കിൽ തീയവൈ ചെയ്തലാകിയ ചെരുക്കை தீவினையுடைய பாவிகள் അഞ്ചാർ, തീവിனை ഇല്ലാതെ മേലോർ മറ്റുമേ അഞ്ചുവർ. അതായത് ഈ കുറളിൽ തന്നെ 2 വരെയുണ്ട്. തീവിനയാർ അഞ്ചാർ വിഴുമിയാർ അഞ്ചുവർ തീവിனை என்னுം ചെരുക്ക്. അതില് 2ാമത്തെ വരയിലെ ആദ്യത്തെ വാക്കെടുക്കുകയാണ്. തീവിனை என்னுം ചെരുക്ക്. ആ 2ാമത്തെ വരയിലെ 3 വാക്കുകൾ. തീവിனை என்னுം ചെരുക്ക്. ദുഷ്കർമ്മങ്ങൾ, തീവിனை എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ. എന്നും ആകുന്ന, ചെരുക്ക് ബോധശൂന്യതയ്ക്ക്, അതായത് തീവിனை என்னுം ചെരുക്ക് ദുഷ്കർമ്മങ്ങൾ ആകുന്ന ബോധശൂന്യതയ്ക്ക്, തീവിനയാർ ദുർജനങ്ങൾ പാപകർമ്മങ്ങൾ തന്നെ ശീലിച്ചവർ
അഞ്ചാർ, ഒരിക്കലും അവർക്ക് പേടിയില്ല. എന്നും എന്നും പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്ക് മേൽക്കൊണ്ട് ചെയ്യാൻ ഒരു പേടിയുമില്ല, അതിന് അവർക്ക് ഒരു ഭയപ്പാടുമില്ല. രണ്ടാമതൊന്ന്, ആലോചിക്കാതെ ഏത് പാപകർമ്മവും അവർ ചെയ്ത് കഴിഞ്ഞിരിക്കും. എന്നാൽ ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക്, വിഴുമിയാർ, അത് ഇല്ലാത്തവർ, സജ്ജനങ്ങൾ, അഞ്ചുവർ, പാപം ചെയ്യാൻ ഭയപ്പെടുന്നു. അപ്പോ തീവിനയാർ, അഞ്ചാർ വിഴുമിയാർ, അഞ്ചുവർ തീവിനെ എന്നും ചെരുക്ക്. ദുഷ്കർമ്മങ്ങൾ, അതായത് പാവങ്ങൾ ആകുന്ന ബാധിത ശൂന്യതയ്ക്ക് ദുർജനങ്ങൾ, പാപകർമ്മങ്ങൾ തന്നെ ശീലിച്ചവർ ഭയപ്പെടുന്നില്ല. രണ്ടാമതൊന്ന്, ആലോചിക്കാതെ ഏത് പാപകർമ്മവും അവർ ചെയ്തു കഴിയും. എന്നാൽ അതില്ലാത്തവർ, സജ്ജനങ്ങൾ, പാപം ചെയ്യാൻ ഭയപ്പെടുന്നു. മുൻപിൻ ചിന്തിക്കാതെ പാപകർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചവർ തുടർന്നും അത് തന്നെ ചെയ്യാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. എന്നാൽ സജ്ജനങ്ങളുടെ നിലപാട് അതല്ല. അവർ പാപത്തെ എപ്പോഴും ഭയപ്പെടുന്നു, ഒരിക്കൽ പോലും അവരത് ചെയ്യുകയും ഇല്ല. അധികാരം 21, ഖുറാൻ 201, അതിന്റെ മലയാള പദ്യം: തിന്മകൾ കഞ്ചിട ദുഷ്ടന്മാർ, സജ്ജനം തിന്മയെ പേടിച്ചിടുന്നു. ഈ 21-ാമത്തെ അധ്യായം പാപ കർമ്മഭയം. യഥാർത്ഥത്തിൽ ബൈബിളിൽ ധാരാളം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് സമാനമായ വാക്കുകൾ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതാണ്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ആദ്യത്തെ മനുഷ്യർ പാപം ചെയ്തു, പരദീസയ്ക്ക് പുറത്തായി. അങ്ങനെ പാപത്താൽ പുറത്താക്കപ്പെട്ട ജനത്തിന് നൽകിയ വാഗ്ദാനം, അതാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു രക്ഷ നൽകുന്നു. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനുള്ള നിരന്തരമായ ആഹ്വാനമാണ് അങ്ങനെ ബൈബിൾ മുഴുവൻ. ഇതാണ് അതിൻ്റെ പശ്ചാത്തലമായി എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ 201-ാമത്തെ ഖുറാനിൽ പറയുന്നു, പാപകർമ്മങ്ങൾ ചെയ്യാൻ പാപികൾ ഭയപ്പെടുന്നില്ല, എന്നാൽ നന്മയുള്ളവർ പാപകർമ്മങ്ങളെ ഭയക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:27-28 മാത്രം ഞാനൊന്ന് അതിന് സമാനമായി ഒന്ന് ഉദ്ധരിക്കുകയാണ്. ഏതൊരു പാപത്തെയും നിസ്സാരവൽക്കരിക്കരുതെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ദൈവത്തിന്റെ നിയമങ്ങൾ ഗുരുതരമായ വിധത്തിൽ ലംഘിക്കുന്നതിലേക്ക് അതിന് നമ്മെ നയിക്കാനാകും. അതുകൊണ്ട് പാപം ചെയ്യാതെ ഇരിക്കുക. ഓവർ. Sinners won't fear to do evil. Virtuous will fear that. അധ്യായം 102. 202. യെസ്. ഈ അദ്ദേഹം മുഴുക്കെ വരുന്നത് തീയവൈ എന്നാണ്. തീയെന്ന് പറഞ്ഞാല് തിന്മ നിറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. തീയവൈ, അവിടെ തന്നെ വാക്ക് തന്നെ തീയവൈ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഖുറാനിൽ കവി അത് രണ്ടായിട്ട് തിരിച്ചു പറയുന്നുണ്ട്. തീ എന്ന് പറയുന്നാല് നമ്മുടെ സാധാരണ പറഞ്ഞ അഗ്നി, ഇത് തന്നെയാണ്. ആ തിന്മ എന്ന് പറയുന്നത് തീയോടൊപ്പം പുള്ളി ഉപമിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. തീയവൈ തീയെ പയത്തലാൽ, തീയവൈ തീയിനും അഞ്ചപ്പെടും. ആ വാക്കിലുണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു അമ്മാനാട് എന്നുള്ള രീതിക്കാണ് തിരുവള്ളുവർ ഉപയോഗിക്കുന്നത്. ഒരേ വാക്ക് തന്നെ പല തരത്തിലുള്ള അർത്ഥങ്ങൾ തരുന്നുണ്ട്. അതിൻ്റെ പ്രായോഗികത കൂടി അതിനും കൂടി അത് ഉപയോഗിച്ചിട്ടാണ് തിരുക്കുറൾ
ഉള്ള എല്ലാ പൊരുളും വരുന്നത്. തീയവൈ തീയെ ഭയത്തലാൽ, അതായത് തിന്മകളുള്ളത് തിന്മയെ തരത്തുള്ളൂ ആയതുകൊണ്ട് തീയവൈ തീയിനും അഞ്ചപ്പെടും. ആ തിന്മകൾ എന്ന് പറയുന്നത് തീയേക്കാളും പേടിപ്പിക്കും, നമുക്ക് ഭയപ്പാട് തരുന്നതായിരിക്കും. തീ എന്ന് പറഞ്ഞാൽ അഗ്നി. അഗ്നി എല്ലാത്തിനെയും എന്താ പറഞ്ഞാൽ നശിപ്പിച്ച് കളയുന്നത് പോലെ, അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയായി പോകുന്നത് പോലെ ഈ തീയ അല്ലെങ്കിൽ തിന്മകൾ എല്ലായ്പ്പോഴും നമുക്ക് തിന്മ തന്നെയായിരിക്കും തരുന്നത് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. തീയവൈ തീയ പയത്തലാൽ തീയവൈ തീയിനും അഞ്ചപ്പെടും. തീയവൈ സുഖം തരും എന്ന് കരുതി ചെയ്യുന്ന തിന്മകൾ, അതായത് പാപങ്ങൾ. തീയ ദുരിതം ചെയ്യുന്ന, ഭയത്തിലാൽ ഫലങ്ങളെ നൽകുന്നതിനാൽ തീയവൈ അങ്ങനെയുള്ള പാപങ്ങൾ തീയിനും കൊടിയ അഗ്നിയേക്കാൾ അഞ്ചപ്പെടും, നല്ലവരാൽ ഭയപ്പെടേണ്ടതാകുന്നു. തീയവൈ തീയ ഭയത്തലാൽ തീയവൈ തീയിനും അഞ്ചപ്പെടും. സുഖം തരും എന്ന് കരുതി ചെയ്യുന്ന തിന്മകൾ ദുരിതം ചെയ്യുന്ന ഫലങ്ങളെ നൽകുന്നതിനാൽ ആ പാപങ്ങൾ കൊടിയ അഗ്നിയേക്കാൾ ഭയപ്പെടേണ്ടതാകുന്നു. ദുഷ്കർമ്മങ്ങൾ താൽക്കാലിക സുഖം മോഹിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും അവ പിന്നീട് ഒടുങ്ങാത്ത ദുരിതമേ തരും. ആകയാൽ തീയേക്കാൾ ഭയപ്പെടേണ്ട ഒന്നാകുന്നു പാപം. സജ്ജനങ്ങൾ അങ്ങനെ തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നു. അത് കാരണം അവർ പാപകർമ്മങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഈ 10 കുറലുകളിലും ഒരേ സന്ദേശമാണ്. എല്ലാവരും തിന്മയെ വർജിക്കണം. അത് ഓരോ കുറലിലും ഓരോ രീതിയിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 202 കുറലിൽ പറയുകയാണ്, തീയവ തിന്മയെ നൽകിയിടും, ആകയാൽ തീയേക്കാളത് ഭയക്കേണം. പാപകർമ്മങ്ങൾ ദുഃഖത്തിന് കാരണമാകയാൽ തിന്മയേക്കാൾ ഭയാനകമായി ഇതിനെ കാണണം. ഇച്ചിരി ഗ്രേഡ് കൂട്ടി പറയുന്നു. അതിന് എനിക്ക് തോന്നിയ 2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കൊറിന്ത്യർ 6:9-11, വെളിപാട് 21:8. പരസംഗം, വിഗ്രഹാരാധന, മോഷണം, അമിത മദ്യപാനം, പിടിച്ചുപറി, കൊലപാതകം, ഭൂതവിദ്യ തുടങ്ങിയവ ഒഴിവാക്കണമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇതെല്ലാം ദുഃഖത്തിലേക്ക് നയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം വഴിമാറി പോകുന്നതാണ് ഏതൊരാൾക്കും നല്ലത്. ഓവർ. തീയവൈ തീയ പയത്തനാൽ തീയവൈ തീയിനും അഞ്ചപ്പെടും. As sins cause sorrow, they should be feared than fire. 203. തുടക്കത്തിൽ തിന്മകൾ ചെയ്യാതിരിക്കുന്നത് ആണ് സജ്ജനങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞ കവി രണ്ടാമത്തിൽ പറഞ്ഞു, പാപകർമ്മങ്ങൾ തിന്മയാണ് തരുന്നതുള്ളതുകൊണ്ട് അത് തീയേക്കാളും കൊടും സ്വഭാവമുള്ളതാകുന്നു എന്ന് അതിൻ്റെ ഇത് പറഞ്ഞു. തിന്മയെ തീയോട് പോകും വെച്ചു. ഇനി അടുത്തതിൽ പറയുന്നുണ്ട്, വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ, അവരുടെ അറിവ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കുമെങ്കിൽ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ആ അറിവെന്ന് പറയുന്നത് തനിക്ക് തിന്മകൾ ചെയ്തവർക്ക് പോലും അങ്ങോട്ട് തിന്മ ചെയ്യാതിരിക്കുന്നതാണ് അറിവ് എന്നുള്ള രീതിക്ക് സമർത്ഥിക്കുന്നു. അറിവിനുള്ളിൽ എല്ലാം തലയെൻപ്, തീയെ ചെറുവാർക്കും ചെയ്യാവിടൽ. അറിവിൻ
അറിവിനുൾ എല്ലാം തലയെൻപ. ഞാൻ അറിവിൽ വെച്ച് അല്ലെങ്കിൽ ജ്ഞാനങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ഒരാളുടെ വിദ്യ കൊണ്ട് അയാൾ നേടുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ എന്തെന്ന് വെച്ചാല് എന്നുള്ള രീതിക്കാണ് അത് പറയുന്നത്. തീയെ ചെറുവാർക്കും ചെയ്യാവിടൽ. ഇവിടെ ആ കുറലിലെ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കെടുക്കാണ്. ചെറുവാർക്കും, തനിക്ക് ദ്രോഹം ചെയ്യുന്നവരോട് പോലും. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് തീയെ, തിന്മകൾ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാവിടൽ, ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അറിവിനിൽ എല്ലാം, അറിവുകളിൽ വച്ച് തലൈ, ശ്രേഷ്ഠമായ അറിവ്, എൻപ് എന്ന് ജ്ഞാനികളാൽ പറയപ്പെടുന്നു. അറിവിനുള്ള എല്ലാം തലൈ. തലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പറയുന്ന തല, ഹെഡ്, അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠമായ സ്ഥാനം എന്ന് വെച്ചാല് തനിക്ക് ദ്രോഹം ചെയ്യുന്നതോട് പോലും തിന്മകൾ ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുക. അറിവുകളിൽ വെച്ച് ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് ജ്ഞാനികളാൽ പറയപ്പെടുന്നു. തനിക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നതോട് പോലും മറിച്ച് പ്രതികാരം ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് അറിവിന്റെ പരമകാഷ്ഠ എന്ന് ജ്ഞാനികൾ പറയുന്നു. ഒരുവന്റെ യഥാർത്ഥ മഹത്വം പ്രകാശമാനമാവുന്നത് അവിടെയാണല്ലോ. അതുകൊണ്ട് തിന്മ ചെയ്താൽ പോലും, നമുക്ക് തിന്മ ചെയ്താൽ പോലും പ്രതികാരമായിട്ട് തിന്മ ചെയ്യാതിരിക്കുക എന്ന് തിരുക്കുറൾ പറയുന്നു. അതാണ് ഒരു ജ്ഞാനി അല്ലെങ്കിൽ വിദ്യയെ അഭ്യസിച്ച ഒരാളുടെ ഉന്നതി, മഹത്വം എന്ന് പറയുന്നത്. അറിവിനുള്ള എല്ലാം തലൈ എൻപ് തീയ ചെറുവാർക്കും ചെയ്യാവിടൽ. 203-ാമത്തെ കുറൽ. അറിവിന്റെ പാരമ്യം തിന്മ ചെയ്തോരിലും പ്രതികാരം ചെയ്യാതിരിക്കൽ. അതായത് തന്നോട് തിന്മ ചെയ്യുന്നവരോട് പോലും ദ്രോഹം ചെയ്യാത്തവനെ ശ്രേഷ്ഠമായ ജ്ഞാനം ഉള്ളവനായി കാണണം. അപ്പൊ തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് പോലും തിരികെ അത് ചെയ്യാതെ വളരെ ക്ഷമ, അതാണ് ശരിയായത് എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കുക. ദൈവത്തോട് ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിക്കണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവേ. അതുകൊണ്ടാണ് പറയുന്നത് എബ്രായ ലേഖനം 10:26-27, ശരിയായത് ചെയ്യാൻ പഠിച്ച ശേഷവും മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് പ്രതികൂല ന്യായവിധി പ്രാപിക്കും. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ക്ഷമ. ആ ക്ഷമ നടത്തുന്നവനെയാണ് ലോകം ജ്ഞാനി എന്ന് വിളിക്കുക. ഓവർ. അറിവിനുൾ എല്ലാം തലൈ എൻപത്തിയ ചെറുവാർക്കും ചെയ്യാ വിടൽ. Not doing evil towards those who did it is said to be noble wisdom. 204. തിരുവള്ളുവർ തിന്മയെ കുറിച്ച് അല്ലെങ്കിൽ പാപത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആദ്യം സജ്ജനങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ആ തിന്മകൾ എന്ന് പറയുന്നത് തീയെ പോലെയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തേൽ പറഞ്ഞു അറിവുള്ളവർ അവിടെ മഹത്വം കാണിക്കുന്നത് തനിക്ക് തിന്മ ചെയ്തവരോടും പ്രതികാരമായിട്ട് പോലും തിന്മ ചെയ്യാതിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അടുത്ത നാലാമത്തേൽ പറയുന്നത് തിരുവള്ളുവർ പറയുന്നു, അതായത് മറന്നും പോലും ചിന്തിക്കരുത്, മറ്റുള്ളവർക്ക് ഒരു തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ പാപം ചെയ്യാൻ മുതിരാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധർമ്മദേവത അവന് അപ്പോൾ തന്നെ അവന് അതിനുള്ള ഫലം കൊടുക്കും എന്ന് ഒന്നുകൂടി സമർത്ഥിച്ച് പറയുന്നുണ്ട്. മറന്നും പിറൻ കേടി സൂഴർക്ക്. മറന്നും പോലും ഓർമ്മയില്ല എന്നുള്ള ഒരു ഇതിൽ പോലും ചെയ്തു പോരുത്. മറന്നും പിറൻ കേടി സൂഴർക്ക് സൂഴിൻ.
അറം ചൂഴും ചൂഴ്ന്നവൻ കേട്. ഇവിടെ ചൂഴ് എന്ന് പറയുന്നത് അവന് ചുറ്റും എന്നുള്ളതിൽ ആ മീനിങ് തന്നെയാണ്. അവന് ചുറ്റും എന്നുള്ള ആ മീനിങ്ങിനാണ് ആ വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മറന്തും ഓർമ്മക്കേടിനാൽ പോലും പിറൻ അന്യന് കേട് ദ്രോഹം ചൂഴറുക ചിന്തിച്ചുകൂടാ. ചൂഴിൻ ചിന്തിക്കുന്ന പക്ഷം അറം ധർമ്മദേവത ചൂഴ്ന്നവൻ അങ്ങനെ ചിന്തിക്കുന്നവന് അപ്പോൾ തന്നെ ചൂഴും കരുതും അല്ലെങ്കിൽ കേട് ദുഃഖം വരുത്തും. ആ ചൂഴും എന്നുള്ള വാക്കുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്നവന് ആ നേരം തന്നെ ധർമ്മദേവത അവന് ചൂഴ് പറഞ്ഞാൽ അവനെ ചുറ്റിക്കും, അല്ലെങ്കിൽ അവന് ചുറ്റും ആ തിന്മ ഒന്ന് ഭവിക്കുന്ന രീതിക്ക് കേട് അല്ലെങ്കിൽ ദുഃഖം വരുന്ന രീതിക്ക് പ്രവർത്തിക്കും എന്നുള്ളതാണ്. മറന്തും പിറൻ ചൂഴർക്ക് കേട് ചൂഴർക്ക് ചൂഴിൻ അറം ചൂഴ്ന്നവൻ ചൂഴും കേട് ഓർമ്മക്കേടിനാൽ പോലും അന്യേന ദ്രോഹം ചിന്തിച്ചുകൂടാ. ചിന്തിക്കുന്ന പക്ഷം ധർമ്മദേവത അങ്ങനെ ചിന്തിക്കുന്നവന് അപ്പോൾ തന്നെ കരുതും ദുഃഖം വരുത്തും. ധർമ്മം എന്ന് പറയുന്നത് മറവിയിൽ പോലും അന്യന് ദ്രോഹം ചെയ്യുന്ന കാര്യം ചിന്തിക്കാതെ ഇരിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം ധർമ്മദേവത അവന് ദുഃഖം പിണയ്ക്കുന്ന കാര്യം കൂടി ചിന്തിച്ചു തുടങ്ങും. ഇവൻ ചിന്തിച്ചാൽ അതേപോലെ ധർമ്മദേവതയും ചിന്തിക്കും എന്ന് കവി ഇതാക്കി പറയുന്നുണ്ട്. മറന്തും പിറൻ കേട് ചൂഴറുക ചൂഴിൻ അറം ചൂഴും ചൂഴ്ന്നവൻ കേട്. മറവിയിൽ പോലും പരദ്രോഹമെണ്ണുകിൽ അവരെ കെടുത്തിടും ധർമ്മം. 204-ാമത്തെ ഖുർആനാണ്. അതായത് അന്യരെ ദ്രോഹിക്കണമെന്ന് അറിയാതെ പോലും ചിന്തിക്കരുത്, മറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരെ, എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്നവരെ ധർമ്മദേവത കൈവിടുകയും ദോഷം വരുത്തുകയും ചെയ്യും. അത്രയ്ക്കും ഗൗരവമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ബൈബിൾ പറയുന്ന അനുസരിച്ച് യാക്കോബ് ലേഖനം 4:17 ശരിയായത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. അതായത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. ധനവാന്റെയും ലാസറിന്റെയും ഒരു കഥ ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. യഥാർത്ഥത്തിൽ ധനവാൻ പാവപ്പെട്ടവനായ ലാസറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ നോട്ടത്തിൽ ഇവന്റെ വാതിൽ പടിക്കൽ വന്ന് കിടന്നു എന്നുള്ളതല്ലാതെ അതിനങ്ങപ്പുറത്തേക്ക് യാതൊരുവിധ ദ്രോഹവും ധനവാൻ ചെയ്തില്ല. അതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ചെയ്യേണ്ടത് ചെയ്യണം. സിൻ ഓഫ് ഒമീഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അത്രയ്ക്കും ഗൗരവമാണ് ബൈബിൾ ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അങ്ങനെ അറിയാതെ പോലും ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. ഓവർ. மறந்தும் பிறன்கேடு சூழற்க சூழின் அறம் சூழும் சூழ்ந்தவன் கேடும். Even unaware, don't think of tormenting others. If so, God of Dharma will punish. God of Dharma. God of Dharma will punish. 205. വീണ്ടും ആ തിന്മയെ കുറിച്ച് പറയുമ്പോൾ തിരുവള്ളർ പറയുന്നു, ഒരു നിവൃത്തിയില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സമയത്ത് ആണെങ്കിൽ പോലും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള, ജ്ഞാനികൾ നിഷേധിച്ചിട്ടുള്ള ആ പാപകർമ്മങ്ങൾ ചെയ്യരുത്.
അതായത് താൻ ചെയ്യുന്ന തിന്മയ്ക്ക് ന്യായീകരണം ആയിട്ട് തന്റെ ദാരിദ്ര്യത്തിനെ കുറിച്ച് പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ വീണ്ടും ആ പ്രവൃത്തിയാൽ വീണ്ടും ദാരിദ്ര്യമേ അവന് വന്ന് ഭവിക്കുകയുള്ളൂ. അടുത്ത തലമുറയ്ക്കും അത് തന്നെയായിരിക്കും വരും എന്നാണ് അടുത്ത ഒരു കൂടി പറയുന്നത്. അത് കാരണം ഒരു സാഹചര്യത്തിലും തിന്മകൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനെ ഒന്നുകൂടി സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലൻ என்று തീയവൈ ചെയ്യർക്ക്. ഇലൻ എന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇല്ല, ഒന്നുമേ ഇല്ല, ദാരിദ്ര്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നു എന്ന് പറയരുത്. ഇലൻ என்று തീയവൈ ചെയ്യർക്ക് ചെയ്യിൻ ഇലനാകും മറ്റും പെയർത്ത്. ഇലൻ என்று താൻ ഒന്നുമില്ലാത്ത ദരിദ്രനാണല്ലോ എന്ന് കരുതി തീയവൈ അത് പരിഹരിക്കാൻ തിന്മകൾ ചെയ്യർക്ക ചെയ്യുന്നത് നിഷിദ്ധമാകുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെയർത്ത് വീണ്ടും ഇലനാകും, ദരിദ്രൻ തന്നെയാവും. ആ ദാരിദ്ര്യം പിന്നീട് ചെയ്യുന്ന ദ്രോഹപ്രവൃത്തികളുടെ ഫലമായി അനന്ത ജന്മങ്ങളിലും നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഒരു സന്ദർഭത്തിലും തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന് തിരുവള്ളുവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇലൻ നെன்று തീയവൈ ചെയ്യർക ചെയ്യിൻ ഇലനാകും മറ്റും പെയർത്ത്. ഖുറാൻ 205 ഇല്ലായ്മയാൽ തിന്മ ചെയ്യുക, ചെയ്യുകിൽ ഇല്ലായ്മ പെരുകിടും പേർത്തും. അതായത് ദാരിദ്ര്യം പരിഹരിക്കാൻ അങ്ങനെ നിവർത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തെ പോലുമാണ് പറയുന്നത്. ദാരിദ്ര്യം പരിഹരിക്കാനാണെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ വീണ്ടും ദരിദ്രനായി ദുഃഖിക്കേണ്ടി വരും. ചില പ്രത്യയശാസ്ത്രങ്ങൾ പറയും ലക്ഷ്യമാണ് പ്രധാനം, മാർഗം അതിൽ പരിഗണിക്കേണ്ടതില്ല. മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് മാർഗം വേണേലും സ്വീകരിക്കാം. തിരുക്കുറളൊട്ടും സമ്മതിക്കുന്നില്ല, ബൈബിളും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു 3-4 കോട്ടുകൾ ഒന്നിച്ചു ചേർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. റോമാലേഖനം 3:23, 1 രാജാക്കന്മാർ 8:46, സഭാപ്രസംഗകൻ 7:20, 1 യോഹന്നാൻ 1:8. അവിടെ എല്ലാം പറയുകയാണ്, മനുഷ്യന്റെ ഈ ലാഘവ ബുദ്ധി കണ്ടിട്ടാണ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വം ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നമ്മളുമൊക്കെ സ്വാഭാവികമായി ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, നിവർത്തികേട് കൊണ്ടല്ലേ. അങ്ങനെ ബൈബിൾ അപ്പോൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വം ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതികൂല ഘട്ടത്തിലും പാപം ചെയ്യരുത്. ഓവർ. ഇലൻ എൻഡു തീയവൈ ചെയ്യർക്ക ചെയ്യിൻ ഇലൻ ആകും മറ്റും പേർത്തു. Don't do evil to solve poverty. By doing so, you will again suffer grief of property. 206. ദരിദ്രനാണ്, നിവർത്തിയില്ല എന്നൊക്കെ കരുതി ദാരിദ്ര്യ ശമനത്തിന് വേണ്ടി പോലും തിന്മകൾ ചെയ്ത് വല്ലതും നേടാൻ ഒരുങ്ങരുത്. അതുകൊണ്ട് താൽക്കാലികമായ ശമനം ഉണ്ടായാലും പിന്നീടുള്ള ജന്മങ്ങൾ ഇരട്ടി ദാരിദ്ര്യമേ ഉണ്ടാകൂ, പാപത്തിന്റെ ഫലം പാഴാവുകയില്ലല്ലോ എന്ന് പറഞ്ഞ കവി വീണ്ടും ഒന്നുകൂടി സമർപ്പിച്ചിട്ട് പറയണം, അതിൻ്റെ പാപം ചെയ്താൽ അല്ലെങ്കിൽ തിന്മ ചെയ്താൽ അതിന്റെ ഫലം അവനവൻ തന്നെ വന്ന് ചേരും. അതുകൊണ്ട് അതോർത്തെങ്കിലും
ചെയ്യാതിരിക്കുക എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. തീപ്പാല താൻ പിറർക്കൻ ചെയ്യർക്ക് നോയ്പാല തന്നെ അടൽ വേണ്ട താൻ. ഇതില് ആദ്യത്തെ വരിയില് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് നോയ്പാല. നോയ്പാല എന്ന് പറഞ്ഞാൽ ദ്രോഹം ചെയ്യുന്നത് കൊണ്ടുള്ള പാപങ്ങൾ. തന്നെ തന്നെ തന്നെ. തീപാല തിന്മ നിറഞ്ഞ വിനകളെ. പിറർക്കൺ അന്യരോട് ചെയ്യറുക ചെയ്യാതിരിക്കുക. നോയ്പാല ദ്രോഹം ചെയ്യുന്നത് കൊണ്ടുള്ള പാപങ്ങൾ തന്നെ 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 അടൽ വേണ്ടാതാൻ പിന്നീട് വന്ന് തന്നെ അടയുക അല്ലെങ്കിൽ തന്നെ വന്ന് ചേരുക എന്നുള്ളത്. അടയുന്നത് വേണ്ട എന്നുള്ളവൻ. തീപാല തിന്മ നിറഞ്ഞ വിനകളെ. പിറർകൺ അന്യരോട് ചെയ്യറുക ചെയ്യാതിരിക്കുക. താൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം മടങ്ങി വന്ന് തന്നെ തന്നെ പീഡിപ്പിക്കാൻ ഇടയാവരുത് എന്ന് കരുതുന്നവൻ അന്യരെ ദ്രോഹിക്കുന്ന ഏതൊന്നും ചെയ്യാൻ പാടില്ല. തീപ്പാല താൻ പിറർക്കൻ ചെയ്യർക്ക് നോയ്പാല തന്നെ അടൽ വേണ്ടാതാൻ. തിന്മകൾ അന്യർക്ക് ചെയ്യുക, പാപങ്ങൾ തന്നിൽ വന്നടിയാതിരിക്കാൻ. 206. ദുഃഖിക്കാൻ ഇടയുള്ളത് തനിക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവർക്കും ദോഷം വരുന്നതൊന്നും ചെയ്യരുത്. എനിക്ക് സ്വച്ഛമായി ജീവിക്കണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ അപരനും അതിനുള്ള അവകാശമുണ്ട്. വളരെ സിമ്പിൾ. 3-4 ബൈബിൾ വാക്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഞാൻ പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 17:30 1 തിമോത്തിയോസ് 1:13 പറയും, ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാത്തതിനാൽ ചിലർ പാപം ചെയ്യുന്നു. നമ്മൾ തന്നെ ന്യായം കണ്ടെത്തുകയാണ്. നമ്മൾ തമാശക്കൊക്കെ കേട്ടിട്ടുണ്ട്, വഴി കിടന്ന് എന്തെങ്കിലും കിട്ടുമ്പോ അയ്യോ എന്റെ കഷ്ടപ്പാടറിഞ്ഞ് ദൈവം എനിക്ക് തന്നു. ആ പോയാൾ അനുഭവിക്കുന്ന ക്ലേശം എത്രയാണ് അല്ലെങ്കിൽ വേദന എത്രയാണെന്ന് പലപ്പോഴും ചിന്തിക്കാതെയാണ് അത്തരം കമന്റുകൾ പോലും പറയുന്നത്. അത്തരം പാപങ്ങൾ നിസാരവൽക്കരിക്കുന്നില്ലെങ്കിലും മനഃപൂർവ്വം ദൈവ നിയമങ്ങൾ ലംഘിക്കുന്നവയെ ബൈബിൾ വേർതിരിച്ച് കാട്ടുന്നുണ്ട്. സംഖ്യാപുസ്തകം 15:30-31. മനഃപൂർവ്വ പാപം ഒരു ദുഷ്ടഹൃദയത്തിൽ നിന്നാണ് വരിക. ജെറമിയ 16:12. അപ്പൊ ഒരു വിധത്തിലും പാപം ചെയ്യാൻ പാടില്ല. അത് മറ്റൊരാളിന് എനിക്ക് യാതൊരു വിധത്തിലും ദ്രോഹങ്ങൾ ഒന്നിനും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപരനെയും ഒരർത്ഥത്തിലും ദ്രോഹിക്കരുത്. ഓവർ. തീപ്പാല താൻ പിറർകൺ ചെയ്യർക്ക നോയ്പാല തന്നെ അടൽ വേണ്ടാതാൻ. Those who don't opt for things of grief shall not do wrong to others. വീണ്ടും പറയാണ് കവി, പക നമുക്കോ നമ്മളോട് ഇങ്ങോട്ടോ പലർക്കും പലതരത്തിലുള്ള പക ഉണ്ടാകാം. ആ പകയൊക്കെ കുറെ കാലം കഴിയുമ്പോൾ അതൊക്കെ വിട്ടൊഴിഞ്ഞു പോകും. പക്ഷേ തിന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പാപകർമ്മം അല്ലെങ്കിൽ പാപഫലം ഒരിക്കലും ആരെയും വിട്ടു പോകത്തില്ല. അവരെ വന്ന് കൊല്ലുക തന്നെ ചെയ്യും എന്നുള്ള രീതിക്ക് കവി അതിൻ്റെ എന്താ പറയുക, തിന്മ ചെയ്യുന്നതിൻ്റെ തീവ്രതയെ കുറച്ചുകൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എനൈപ്പകை ഉറ്റാരും ഉയ്വർ. ഒറ്റതേ ഉള്ളൂ. എനൈപ്പകை ഉറ്റാരും ഉയ്വർ വിനൈപ്പകை വീயாது பின் சென்று அடும்.
പകൈ ഏത് വിധത്തിലുള്ള പകയും ഉയ്വർ അതിന് വിധേയരായവർ ഒഴിയും, ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം അതിന് തെളിയും. എന്നാൽ വിനയ്പകൈ ദ്രോഹകർമ്മത്താൽ ഉണ്ടാവുന്ന വൈരം വീയാതെ ഒഴിഞ്ഞു പോവുകയില്ല. അത് പിൻചെன்று ചെയ്തവനെ ഇടവിടാതെ പിന്തുടർന്നു പോയി അടും കൊല്ലുക തന്നെ ചെയ്യും. അവന്റെ മനസാക്ഷിക്കുത്ത് കൊണ്ട് തന്നെ അവന് മരണം സംഭവിക്കുന്ന രീതിക്ക് അത് അവനെ വിട്ടു പോകത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു കാരണം കൊണ്ടും വിന ചെയ്യുന്ന, അതായത് പ്രവൃത്തി കൊണ്ടുള്ള പാപം ചെയ്യരുത് മറ്റുള്ളവർക്ക് എന്ന് കവി ഒന്നുകൂടി സമർത്ഥിക്കുന്നുണ്ട്. ഇനൈപ്പകை ഉറ്റാരും ഉയ്വർ വിനയ്പകை വീയാതെ പിൻചെன்றടും. ഏത് വിധത്തിലുള്ള പകയും അതിന് വിധേയരായവർ ഒഴിയും, ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം അതിന് തെളിയും. എന്നാൽ കർമ്മത്താൽ ഉണ്ടാവുന്ന വൈരം ഒഴിഞ്ഞു പോവുകയില്ല. അത് ചെയ്തവനെ ഇടവിടാതെ പിന്തുടർന്നു പോയി കൊല്ലുക തന്നെ ചെയ്യും. എല്ലാത്തരം ശത്രുതകളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒഴിഞ്ഞു പോകും. എന്നാൽ പാപഫലം മാത്രം ഒരിക്കലും വിട്ടൊഴിയുകയില്ല. പോകുന്നിടത്തെല്ലാം ഇടപെടാതെ അത് പിന്തുടർന്ന് ചെല്ലുന്നു. അവസാനം ഒടുക്കുകയും ചെയ്യുന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുവിടുക എന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുവിടുക എന്നേ വരൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. 207 വൈരങ്ങളൊക്കെ ഒഴിഞ്ഞു പോം, ദ്രോഹത്തിൻ വൈരമോ പിൻചെന്ന് കൊല്ലും. എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ കർമ്മപാപമുണ്ടെങ്കിൽ അത്തരക്കാരെ ദുഃഖം വിടാതെ പിന്തുടരും. കർമ്മപാപം, ആക്ഷൻ. ബൈബിൾ കുറെ കൂടി ശക്തമായിട്ടാണ് ഈ ഭാഗം പറയുക. ഒരു പാപം എന്ന് പറയുന്നത് സജഷൻ, കോൺവെർസേഷൻ, ഡിസിഷൻ അഥവാ ആക്ഷൻ. അതായത് ആദ്യം ഒരു ഭാവനയുടെ രൂപത്തിലാണ് പാപം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഭാവനയുമായിട്ടുള്ള ഒരു തരം സന്ധി സംഭാഷണം, ഇതൊക്കെ മനസ്സിലാണ്. പിന്നീട് പുറമേക്ക് ചെയ്യുന്ന ആക്ഷൻ, അതൊരു ഡിസിഷൻ. അതാണ് ഒരുപക്ഷെ മറ്റുള്ളവർ അറിയുന്നത്. നമ്മളങ്ങനെ പുറത്തേക്ക് അത് കാണിക്കുമ്പോഴോ ചെയ്യുമ്പോഴോ ആരെങ്കിലുമൊക്കെ അനുഭവിക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവന്റെ മനസ്സ്, ഇവളുടെ മനസ്സ് ഈ പാപം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ബൈബിൾ പറയും, പാപം എന്താണ് എന്നുള്ളതിന് ബൈബിളിന്റെ വീക്ഷണം. പാപം എന്നാൽ ദൈവത്തിന്റെ നിലവാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമോ വികാരമോ ചിന്തകളോ ആണ്. ഇതിൽ ദൈവ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൈവദൃഷ്ടിയിൽ തെറ്റോ അനീതിയോ ചെയ്യുന്നത് ഉൾപ്പെടുന്നു. 1 യോഹന്നാൻ 3:4, 5:17. ദൈവ നിയമങ്ങൾ, ഇപ്പൊ കള്ളം പറയരുത്, അപ്പൊ കള്ളം പറയുന്നു, അതറിയാം. അല്ലെങ്കിൽ കൊലപാതകം ചെയ്യരുത്, അല്ലെങ്കിൽ കൊലക്കുറ്റം ചെയ്യുന്നു, അത് നാട്ടുകാരുമൊക്കെ അറിയും, അല്ലെങ്കിൽ വേറൊരാളോട് അറിയും. എന്നാൽ ഇവന്റെ മനസ്സിൽ ദുശ്ചിന്തയോടെ സ്ത്രീയെ നോക്കുന്നവൻ അല്ലെങ്കിൽ പുരുഷനെ നോക്കുന്നവൾ ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. ഇത്രയ്ക്കും കഠിനമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ കർമ്മപാപം ഉണ്ടെങ്കിൽ ഒട്ടും രക്ഷയില്ല. ഇതാണ് തിരുക്കുറൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആക്ഷനിലേക്ക് ഒരിക്കലും പോകരുത്, കോൺവെർസേഷൻ നടത്തരുത്, സജഷനേ പാടില്ല. ഓവർ. എനൈപ്പകെ ഉറ്റാരും ഒയ്വർ വിനയ്പകെ വീയാത് പിൻചെൻറും അതും. One may escape from any number of enemies, but the effect of sin chases and destroys. 108.
ഈ 7 തിരുവള്ളുവർ പറഞ്ഞത് ഒരു കാരണം കൊണ്ട് ഒരു സാഹചര്യത്തിലും തിന്മ ചെയ്യരുത്, അത് നിന്നെ വേട്ടയാടുക തന്നെ ചെയ്യും. പിന്നെ അവസാനം വീണ്ടും ഒന്നുകൂടി സമർത്ഥിച്ച് പറയുന്നത്, നിന്റെ നിഴൽ നിന്നോടൊപ്പം ഉള്ളതുപോലെ നീ ചെയ്യുന്നതിൻ്റെ ആ തിന്മയുടെ ഫലവും നിന്റെ കാലടിയിൽ തന്നെ ഉണ്ടാകും. നീ എവിടെ ചെന്നാലും എത്ര ദൂരം ചെന്നാലും ഏത് അവസ്ഥയിലും അത് നിന്റെ കാലടിയിൽ തന്നെ അതിൻ്റെ ഫലം കിട്ടും എന്ന് വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. தீயவை செய்தார் கெடுதல் நிழல் தன்னை வீயாது அடி உறைந்தற்று. ஒருவன் தன்னைத்தான் விரும்பி வாழ்வன் தீய செயல்களை செய்தவர் கேட்டை அடைதல் ஒருவனுடைய நிழல் அவனை விடாமல் வந்து அடியில் தங்கி இருத்தலை போன்றது. தீயவை തിന്മകളെ അന്യർക്ക് ചെയ്താർ ചെയ്യുന്നവരുടെ കെടുതൽ നാശം അവരിൽ നിന്ന് വിട്ടൊഴിയുകയില്ല. അത് നിഴൽ ഒരുവന്റെ നിഴൽ എത്രയൊക്കെ ദൂരം പോയാലും ഇല്ലാതെ വിട്ടൊഴിയാതെ അടി അവന്റെ കാലടിയിൽ തന്നെ ഉറൈന്തറ്റ് പറ്റി നിൽക്കുന്നത് പോലെ ആകുന്നു. തിന്മകളെ അന്യർക്ക് ചെയ്യുന്നവരുടെ നാശം അവരിൽ നിന്ന് വിട്ടൊഴിയുകയില്ല. അത് ഒരുവന്റെ നിഴൽ എത്രയൊക്കെ ദൂരം പോയാലും വിട്ടൊഴിയാതെ അവന്റെ കാലടിയിൽ തന്നെ പറ്റി നിൽക്കുന്നത് പോലെ ആകുന്നു. ഒരുവന്റെ നിഴൽ അവന് പോലും ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെയൊക്കെ പിന്തുടർന്ന് ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ കാലടിയിൽ തന്നെ പറ്റി നിൽക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് അവനവൻ ചെയ്യുന്ന ദ്രോഹകർമ്മങ്ങളുടെ ഫലവും. അത് എപ്പോഴും അവനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. തിന്മ ചെയ്വോന്റെ വിനാശം തൻ കാൽപ്പാട് പിന്തുടരും നിഴൽ പോലെ. 208 അങ്ങനെയാണ് പറയുന്നത്. അതായത് പാപകർമ്മം ചെയ്യുന്നവന്റെ നാശം സ്വന്തം നിഴൽ കാൽ ചുവട്ടിൽ വിടാതെ കൂടെ ഉണ്ടാകുന്നത് പോലെ തന്നെ അവനോടൊപ്പം ഉണ്ടാകും. നിഴല് പോലെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കുറ്റബോധമോ അസ്വസ്ഥതകളോ ഒക്കെ അവന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാകും എത്ര കാലം കഴിഞ്ഞാലും. ബൈബിൾ പറയും, വെളിപാട് 4:11 റോമർ 14:12 പറയുന്നുണ്ട്, പാപം എന്നാൽ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള നിലവാരങ്ങളിൽ നിന്ന് തെറ്റുന്നതാണ്. സ്രഷ്ടാവ് എന്ന നിലയിൽ മനുഷ്യവർഗത്തിനു വേണ്ടി നിലവാരങ്ങൾ വെക്കാനുള്ള അവകാശം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് അടുത്താണ് പ്രധാനപ്പെട്ടത്, നമ്മുടെ ചെയ്തികൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഇതെല്ലാം അക്കൗണ്ടബിൾ ആണ്. ഒരു നാൾ ഈ കാട്ടിക്കൂട്ടുന്നതിനെല്ലാം കണക്ക് ബോധിപ്പിക്കണം. ഇതാണ് തിന്മയെ വെറുക്കുന്നവൻ എപ്പോഴും ഒന്നാമത്തെ കുറലിൽ അതാണ് പറഞ്ഞത്. ഒന്നാമത്തെ കുറലിൽ പറയുന്ന കാര്യം ഇത് തന്നെ. തിന്മയെ വെറുക്കുന്നവൻ ഇതെപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. ഓവർ. തീയവൈ ചെയ്യാർ കെടുതൽ നിഴൽ തന്നെ വീയാത് അടി ഉറയുന്തറ്റു. Just as on shadow lingers on feet, the destruction of the winner clings. 209. ഇനി അവസാനം ഒരു താക്കീത് കൂടി കവി പറയുന്നുണ്ട്. നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് തന്നെ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതിരിക്കുക, നിന്റെ നന്മയ്ക്ക് വേണ്ടി തിന്മ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കാതൽ നമുക്കറിയാം,
ഇപ്പൊ മലയാളത്തിലെ മമ്മൂട്ടി മറ്റേ ജ്യോതികയും അഭിനയിച്ചൊരു സിനിമ ഉണ്ട്, കാതൽ. ആ വാക്ക് ഇവിടെ വരുന്നുണ്ട്. കാതൽ, കാതലൻ. തമിഴിലും കാതലൻ എന്നുണ്ട്. സ്നേഹിതൻ അല്ലെങ്കിൽ കാമുകൻ എന്നുള്ള ഇതിലേക്കാണ്. കാതൽ, സ്നേഹം, പ്രേമം എന്നുള്ളതിൽ ആ വാക്ക് ഇവിടെ വരുന്നുണ്ട്. തന്നെത്താൻ കാതലനായും എന്നെത്താൻറും തുന്നർഗ് തീവെനൈപ്പാൽ. തന്നെത്താൻ കാതലൻ, തന്നെത്താൻ ഒരുവൻ അവനവനെ തന്നെ കാതലനായും സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്നെത്താനും എത്രമാത്രം ചെറിയതാണെങ്കിൽ പോലും തീവിനൈപ്പാൽ തിന്മ ദ്രോഹം അന്യന്മാരോട് തുന്നർഗ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. വളരെ ലഘുവായിട്ട് പറയുന്നത്. നിനക്ക് നിന്നോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതിരിക്കുക. അന്യരോട് ചെയ്യുന്ന പാപം അജേരനെ തിരിച്ചു വന്ന് നശിപ്പിക്കുന്നത് അവനവനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ തന്നെ സ്നേഹിക്കുന്ന ആരും ചെറിയ ദ്രോഹമെങ്കിലും അന്യരോട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്ന് വളരെ ലളിതമായിട്ട് കാതൽ എന്നുള്ള വാക്കിന്റെ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പേ വള്ളുവരെടുത്ത് ഉപയോഗിക്കുന്നത് കാതൽ, കാതലൻ എന്നുള്ളതൊക്കെ. അപ്പം ആ കാതൽ എന്നുള്ളതിന്റെയും ഒരു പ്രസക്തി വരുന്നുണ്ട്. സ്നേഹം അല്ലെങ്കിൽ അവനോടുള്ള ഒരു കൂറ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നുണ്ട്. തന്നെത്താൻ കാതലനായി എന്നെത്താൻറും തുന്നർഗ് തീവെനൈപ്പാൽ. തന്നെത്താൻ സ്നേഹിപ്പോനെങ്കിൽ ഒരൽപ്പവും അന്യരിൽ ചെയ്യുക പാപം. സ്വയം സ്നേഹമുണ്ടെങ്കിൽ എത്ര ചെറുതായതായിക്കൊള്ളട്ടെ അത്തരം പാപകർമ്മങ്ങൾ പോലും ചെയ്യാൻ പാടില്ല. ഇതാണ് 209 ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. ഈ കാലയളവിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ തെറ്റായിട്ട് മോശമായിട്ടൊക്കെ കരുതിയിരുന്ന ചില കാര്യങ്ങൾ മനുഷ്യാവകാശത്തിന്റെ പേരിലോ കുറെ കൂടി ലിബറലായിട്ട് ആളുകൾ ചിന്തിക്കുന്നതിന്റെ പേരിലോ ചില രാജ്യങ്ങളോ ചില നിയമങ്ങളോ കോടതിയോ ഒക്കെ ചിലതെല്ലാം അയഞ്ഞ രീതിയിൽ അനുവദിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്, ബൈബിളും പഠിപ്പിക്കുന്നത്. മനഃപൂർവമല്ലാത്ത പാപങ്ങൾ, അതായത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ പാപം തന്നെയാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ അത് കുഴപ്പമില്ല, നിങ്ങൾ അന്യോന്യം സമ്മതത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുറെ കൂടി ഈ കാലയളവിന് യോജിച്ച ചട്ടമല്ല, കുറെ കൂടെ ലിബറൽ ആകണം എന്നൊക്കെ ആളുകൾ പറയുന്നെങ്കിലും ഈ ഖുർആനും പഠിപ്പിക്കും, ബൈബിളും പഠിപ്പിക്കും. എന്നിരുന്നാലും തിന്മകളെല്ലാം തിന്മകൾ തന്നെയാണ്. സുഭാഷിതം 12:18, എഫേസ്യർ ലേഖനം 4:31-32 വാക്യങ്ങൾ. ഓവർ. തന്നെത്താൻ കാതലനായി എന്നെ തുന്നർക്ക് തീവിനൈപ്പാൽ. If man possess self-love, he must not do even a minute evil. 110. ഇത്രയും 9 ഖുർആനിലും തിന്മയെക്കുറിച്ചും അതിൻ്റെ അനന്തരമായിട്ട് വരുന്ന ഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ കവി വള്ളുവർ ഇതൊന്നും ചെയ്യാത്ത ഒരാളിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിൽ നിന്നൊക്കെ ഈ തിന്മയിൽ നിന്ന് പ്രവൃത്തി ഒന്നും ചെയ്യാത്ത ഒരാളിനെ നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെ എന്ന് അടുത്ത ഖുർആനിൽ പറയുന്നുണ്ട്. അരുങ്കേടൻ என்பதறிய
മരം കോടി ഈവനെ ചെയ്യാൻ എന്നിൻ. കേട് എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്, ചേർത്ത് പറയുന്നുള്ളത്. അപ്പൊ ആദ്യത്തെ വരിയിലെ നാലാമത്തെ വാക്ക് മരുങ്കോടി, മരുങ്ക് ഓടി തീവിനെ ചെയ്യാൻ എന്ന്. മരുങ്കോടി തീവിനെ ചെയ്യാൻ എന്നുള്ളത് ആദ്യം എടുക്കുകയാണ്. മരുങ്കോടി, ഒരുവൻ പാപത്തിന്റെ മാർഗത്തിൽ ചെന്ന് തീവിനെ, തിന്മകളെ ചെയ്യാൻ എന്നിൻ, അന്യരിൽ ചെയ്യാതിരിക്കുന്നവനാണെങ്കിൽ അവൻ അരുംകേടൻ, യാതൊരു കേടും ഇല്ലാത്തവനാണെന്ന്, നന്മ ഉറ്റവനാണെന്ന് അറിയുക, തിരിച്ചറിഞ്ഞുകൊള്ളുക. കേട് എന്നുള്ള വാക്ക് തന്നെയാണ് അരുങ്കോട്, മരങ്കോട് എന്ന് പറയുന്നുണ്ട്. കേട് ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള രീതിക്ക്. നന്മയുറ്റവനായ ഒരാളെ എങ്ങനെ തിരിച്ചറിയാം? പാപത്തിന്റെയും പരദ്രോഹത്തിന്റെയും തിന്മയുടെയും ഒന്നും വഴിയിൽ ചെല്ലാതെ ഒഴിഞ്ഞു നടക്കുന്നവനെ കണ്ടാൽ അറിയാം അവൻ നല്ലവനും തികഞ്ഞ ധർമ്മസ്ഥനുമാണ് എന്ന്. അതുകൊണ്ട് ഒരാളുടെ രൂപം കാണുമ്പോൾ, അയാൾ ചെല്ലുന്ന മാർഗത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവൻ മറ്റുള്ളവർക്ക് മനസ്സാ വാച കർമ്മണ തിന്മ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. അവൻ ഒരു ഉത്തമ മനുഷ്യനായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ വഴിക്ക് അവൻ ചെല്ലില്ല എന്നുള്ള ഒരു ഉത്തമ ബോധമുണ്ട് എന്ന് തിരുവള്ളുവർ പറയുന്നുണ്ട്. അരുങ്കേടൻ 80 അറിയ മരുങ്കോടി തീവിനെ ചെയ്യാൻ ഇനി. 210 നന്മയുറ്റോനെ തിരിച്ചറിയാം, പാപതിന്മകൾ ചെയ്യാത്തോനെങ്കിൽ. വളരെ എളുപ്പമാണ് തിരിച്ചറിയാനെന്നാണ് തിരുക്കുറൽ നമ്മെ അത്തരത്തിൽ പഠിപ്പിക്കുക. ദുർമാർഗങ്ങളിലൂടെ ഒരാൾ ദുഷ്ടകർമ്മം ചെയ്യുകയില്ലെങ്കിൽ അയാൾ കുറ്റങ്ങളില്ലാത്തവനാണെന്ന് അറിയുക. ദുർമാർഗങ്ങളിലൂടെ ഒരാൾ ദുഷ്ടകർമ്മം ചെയ്യുകയില്ലെങ്കിൽ അയാൾ കുറ്റങ്ങളില്ലാത്തവനാണെന്ന് അറിയുക. നിയമത്തിന്റെ പിൻബലമോ നാട്ടു നടപ്പോ ഒക്കെ ഉണ്ടെങ്കിലും ചില പാപങ്ങൾ മറ്റുള്ളവയേക്കാൾ ഗൗരവമേറിയതാണോ? അതെ എന്നാണ് ബൈബിൾ നൽകുന്ന ഉത്തരം. അതിന് ഉദാഹരണം പറയുന്ന ഇതാണ്. പുരാതന സൊദോം ഗൊമോറ നിവാസികളുടെ ഇടയിലെ സ്വവർഗ ഭോഗികളായിരുന്ന ആളുകളെ കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരെ കുറിച്ച് പറയുക, അവർ ദുഷ്ടന്മാരും മഹാപാപികളും അവരുടെ പാപം അതികഠിനവുമായിരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 13, 18, 20. അങ്ങനെ പല വിധത്തിൽ ഈ ഒരു ചെറിയ കാര്യം, പാപം ചെറിയ കാര്യമല്ല, ആ ഒരു 2 അക്ഷരങ്ങൾ മാത്രമുള്ള പാപം എന്ന് പറയുന്ന സിൻ എന്ന് പറയുന്ന സംഗതി, അതിനെക്കുറിച്ചാണ് ഈ 10 ഖുർആനിലൂടെ പഠിപ്പിച്ചത്. SIN, അതിൻ്റെ നടുക്ക് കിടക്കുന്ന I, നമ്മുടെ I ഭാവം പലപ്പോഴും ഈ പറയുന്ന തിന്മകളിലേക്ക് നമ്മെ നയിക്കുന്നു. ഐയുടെ ഭാഗത്തേക്ക് നമ്മളൊന്ന് 0 ആയാൽ, O വന്നാൽ അത് സണ്ണായി മാറും. പാപിക്ക് ദൈവത്തിന്റെ പുത്രനാകാൻ സാധിക്കും. ഒരു ശൂന്യവൽക്കരണം, പാപകർമ്മങ്ങളിൽ നിന്നുള്ള ഒരു ശൂന്യവൽക്കരണം ഇവിടെ നമ്മെ എല്ലാ അർത്ഥത്തിലും നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ വിശിഷ്ടവും വിശേഷപ്രദവുമായ ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു. വളരെ വളരെ വിപുലീകരിച്ച് തിരുവള്ളുവർ നമ്മെ ഈ ശ്ലോകങ്ങളിലൂടെ പഠിപ്പിച്ചത്. അത് വിവരിച്ച മോഹൻ സാറ്, അതിന് ഭാഷാന്തരം നടത്തുന്നതിന് സഹായിച്ച സാബു സാറ്, ഇത് കേട്ട എല്ലാവരോടും എൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
അരുങ്കേടൻ 80 അറിക മരുങ്ക് ഓടി തീവിനെ ചെയ്യാൻ എനി. Know that one is perfect if he does not do evil through evil ways. Okay, അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. 210 കുരളുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. വളരെ മനോഹരമായി, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠനം തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചത് മോഹൻദാസ് സാറിൻ്റെ കൂടെയും ജോഷ് സാറിൻ്റെയും കൂടിയാണ്. അതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് കമൻസ് പറയാം. ആരാണ് പറയുന്നത്? റോയ് സാർ ഉണ്ടോ? റോയ് സാർ സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ ഈവിൾ തിങ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വല്ലതും തിരുക്കുറൾ പറയുന്നുണ്ടോ എന്നാണ്. എന്തൊക്കെയാണ് ഈവിൾ തിങ്സ് എന്ന്? ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 210 പറഞ്ഞ ഇതിലും കഴിഞ്ഞ ചാപ്റ്ററുകളിലും ഒക്കെ അതിങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അതെല്ലാം ഈവിൾ തിങ്സ് ആണ് പറഞ്ഞ കാര്യങ്ങൾ, ഈ ചെയ്യരുതെന്ന് പറഞ്ഞേക്കണം. അപ്പോ അതിനെല്ലാം കൂടെ കൂടിയാണോ ഈവിൾ തിങ്സ് എന്ന് പറഞ്ഞേക്കണേ? അതോ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടോ ഈവിൾ തിങ്സ് എന്തൊക്കെയാണെന്ന്? ഇപ്പൊ നമ്മുടെയൊക്കെ ഇതിലെന്ന് പറയുന്നത് അവരവർക്ക് തോന്നുന്നത് ഈവിൾ തിങ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. ഇപ്പൊ ബൈബിളിനകത്തൊക്കെ പറയുന്നുണ്ട് 10 കൽപ്പനകള് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇങ്ങനെ പറയുന്നുണ്ട്. ഈവിളാണ്, കാര്യങ്ങൾ ചെയ്യാൻ മേല, പാപമാണ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തിരുക്കുറളിനകത്ത് കാറ്റഗറൈസ് ചെയ്ത് വല്ലതും പറയുന്നുണ്ടോന്ന്? യെസ് മോഹൻ സാർ പോയോ? ഇല്ല ഉണ്ട് സാർ, കേക്കട്ടെ, ചേർത്ത് പറയാം. അടുത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? അതാണ് കാര്യം. ഇത് സംഭവമൊക്കെ പറഞ്ഞു, ബട്ട് അത് മൊത്തത്തില് അടച്ചാണ് ഇപ്പൊ പറഞ്ഞ ഈ ചാപ്റ്ററിൽ. ബാക്കി ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ പാപമാണ്, അതങ്ങനെ ചെയ്യാൻ ചെയ്യാതിരിക്കുന്ന ന്യായീകരണങ്ങളൊക്കെ അവിടെ തന്നെ ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ഇതിനകത്ത് കാടടച്ച് ഒരു ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈവിൾ തിങ് എന്നുള്ളതിന് നിർവചനം വല്ലതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ. നമുക്ക് പെശ കാണുന്നു തോന്നുന്നതല്ലേ ഈവിൾ തിങ് ആയിട്ട് നമുക്ക് കാണാൻ ഒക്കുള്ളൂ. സാറേ, ഞാൻ കാര്യം ചെയ്യാം. ഞാൻ ഒന്നുകൂടി അതിനെ വിശാലമായിട്ടൊന്ന് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ജോഷ് സാറിന് പറയാൻ പറ്റത്തില്ലോ അല്ലേ, തിരുക്കുറളിനെ കുറിച്ചാണ്. ഓക്കെ, ഓപന ടീച്ചർ ഉണ്ടോ? ഷീല മാം, സരസ്വതി മാം, ഉഷ മാം, ആരെങ്കിലും? ഫിലോമിന മാം, സരിജ? യെസ്, ഓപന ടീച്ചർ പറയും. തിരുക്കുറളിൽ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് പറയാൻ ഞാൻ അശക്തനാണ്. ഇപ്പൊ ഈ റോയ് സാറ് ആ ചോദ്യത്തിന്റെ അകത്തെ ഉത്തരവും കൂടി ചേർത്താണ് പറഞ്ഞത്. ബൈബിളിൽ പറയുന്നുണ്ട് പാപം എന്താണെന്നുള്ളത്. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. സിമ്പിളായി, സ്നേഹത്തിന്റെ നിരാസമാണ് പാപം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതാണ് പാപം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായിട്ട് റിട്ടൺ ആയിട്ട് ദൈവം 10 കൽപ്പനകൾ നൽകി. പിന്നെ അത് ബാക്കി സഭകൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. വേറെ ഈ കത്തോലിക്ക സഭയിൽ വേറൊരു 5 സഭയുടെ കൽപ്പനകൾ കൂടിയുണ്ട്. അങ്ങനെ ദൈവകൽപ്പനകൾ 10ഉം തിരുസഭയുടെ കൽപ്പനകൾ 5ഉം. ഇപ്പൊ ഈ സഭയിലെ ഇതുണ്ടല്ലോ, കുമ്പസാരം ഉണ്ടല്ലോ. അപ്പൊ കുമ്പസാരത്തിലും മറ്റും ഈ പാപങ്ങൾ, ഈ കൽപ്പനകളെ ബേസ് ചെയ്തായിരിക്കും അത് അവിടെയാണ് ഈ ആക്ഷൻ വരുന്നത്. അവിടെയാണ് നമ്മള് മറ്റേ മനസ്സിൽ സജഷൻ വരുന്നത് ഇപ്പൊ പുറമേക്ക് ആർക്കും അറിയുന്നില്ല. മറിച്ച് ആക്ഷൻ പറയുന്നത് ഈ 10 എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിലാണ് അത് പോകുന്നത്. പിന്നെ തിരുക്കുറളിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അറിയാവുന്ന ആളുകളാണ് പറയേണ്ടത്. ഓപന ടീച്ചർ പറയും.
താങ്ക് യു സർ. തിരുക്കുറളിലായാലും ബൈബിളിലായാലും ഖുറാനിലായാലും ഏതിലായാലും പാപം വേറെ വേറെ ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇപ്പം എനിക്ക് തോന്നുവാണ് ഇത് പാപമല്ല. ഇപ്പൊ ഒരു ATM അല്ലെങ്കിൽ ഒരു ബാങ്കോ കുത്തിപ്പൊളിക്കുന്ന കള്ളൻ അത് പാപമല്ല എന്ന് പറഞ്ഞാൽ അത് പാപം ആണല്ലോ. പാപം പുണ്യം എന്നുള്ളതിന് കറക്റ്റായ ഒരു ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്കിപ്പോ എന്താ പറയാ, ഒരു പാപം ചെയ്യുന്ന ആൾക്ക് അത് പാപമാണെന്ന് തോന്നിയില്ല, പക്ഷെ അത് പാപമാണ്. വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പാപമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. തിരുക്കുറളിലും എല്ലാം അങ്ങനെ തന്നെയാണ് പാപത്തെ പറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഈവിൾ തിങ്സിനെ പറ്റി പറയുന്നത്. ഇപ്പം നമ്മൾ ഫോറിൻ ഓതേഴ്സിന്റെ സ്റ്റീഫൻ ആർ കോവെ, റോബിൻ ശർമ്മ ഇവരുടെയൊക്കെ ബുക്കുകൾ എടുത്ത് എല്ലാവരും ദിസ് ഈസ് മൈ സെക്കൻഡ് ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ പിടിച്ചുകൊണ്ടെടുക്കുന്നുണ്ട്. അതെല്ലാം മുഴുവൻ നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരത്തിലുള്ള പഴയ നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പം രണ്ടിലും ഒരേ കാര്യങ്ങൾ കാണാം. അപ്പൊ നമ്മൾ അവർക്ക് ഇവര് രണ്ടുപേരും ചേട്ടനും അനിയനും ആണെന്ന് തോന്നും. സംഭവം അതല്ല. സംഭവം അവര് ഇവിടെ വന്നെടുത്തോണ്ട് പോയതാണ് അത് മുഴുവൻ. പക്ഷെ ഇവിടുത്തേത് കാണുമ്പോൾ നമുക്കൊരു വിലയില്ല. നമുക്ക് അത് സായിപ്പിന്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്കതിനൊരു വിലയുള്ളൂ. അതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഫിസിക്കലി മാത്രമേ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളൂ, മെന്റലി നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. ഇപ്പം ബ്രിട്ടീഷുകാരോടുള്ള ആരാധന കുറച്ച് കുറഞ്ഞു. ഇപ്പം നമുക്ക് അമേരിക്കക്കാരോട് ആരാധന. ഇവിടുന്ന് മലബാറിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ തിരുവിതാംകൂർ സൈഡിലോട്ട് പോയാൽ അമേരിക്കയിൽ പോവുക, അമേരിക്കയിലെ ഉള്ള ഒരു പയ്യനെ കൊണ്ട് മോളെ കെട്ടിക്കുക, അല്ലെങ്കിൽ അമേരിക്കക്കാരത്തെ കല്യാണം കഴിക്കുക, ഇതൊക്കെയാണല്ലോ ചെറുപ്പക്കാരുടെ അമ്മമാരുടെയും ഒറ്റ പിന്നെ രീതി. ഇപ്പൊ കുറച്ചും കൂടെ കൂടുതൽ കൺട്രീസിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഏറ്റവും അവരുടെ സ്വപ്നം അമേരിക്ക തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവിതാംകൂറിലുള്ള ആളുകളുടെ എന്ന് പറഞ്ഞ പോലെ പാപത്തിനും പുണ്യത്തിനും ശരിക്കും കറക്റ്റായ ഡെഫിനിഷൻ ഉണ്ട്. അല്ലാതെ ഒഴികഴിവാണ് നമുക്ക് അത് പാപമല്ലായിരിക്കും, അല്ലെ അത് എനിക്കത് പാപമായിട്ട് തോന്നുന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പാപം ആവില്ല. ആരും ചെയ്യാത്ത ശരി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടുള്ളതും. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. ഈ തിരുക്കുറളൊക്കെ ഇങ്ങനെ പറയുമ്പം ഒത്തിരി നല്ലതാണ്. കാരണം നമ്മൾ സ്റ്റീഫൻ ആർ കോവയുടെ ഒക്കെ പുസ്തകം എടുത്ത് വെക്കുന്നേക്കാളും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ നമ്മുടെ പുസ്തകം തന്നെ എടുത്ത് ചെയ്യുമ്പോൾ. ഒത്തിരി താങ്ക്സ് ഉണ്ട് അതിന്. താങ്ക് യു സർ. Thank you. Then George sir. താങ്ക് യു സാബു സാർ. മോഹൻദാസ് സാർ, 21ാമത്തെ ക്ലാസ്സാണ് ഇന്ന് തിരുക്കുറളിനെ കുറിച്ച് സാർ എടുത്തത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. സാറ് അത് തമിഴിലും, ജോഷി സാറ് മലയാളത്തിലും, സാബു സാർ ഇംഗ്ലീഷിലും ഒരു ത്രിയേക സൃഷ്ടിയാണ് ഈ തിരുക്കുറളിലൂടെ നടക്കുന്നത്. വളരെ അറിവ് പകരുന്നതും ബോധവൽക്കരണം നടത്തുന്നതുമായ സാരോപദേശങ്ങൾ അടങ്ങിയ ക്ലാസ്സുകളാണിത്. ഇവിടെ സജ്ജനങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് ദുർജനങ്ങൾ ചെയ്യാൻ ധൈര്യത്തോടെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഏതോ ഒരു പ്രസംഗത്തിൽ. മാലാഹമാർ ദൈവസന്നിധിയിൽ പേടിച്ചു വിറച്ചിങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നിടത്ത് പിശാച് ഓടിക്കേറി ചെല്ലുന്നവരാണ്. കാരണം അവർക്ക് പേടിയൊന്നുമില്ല. ഈ ദുഷ്കൃത്യം ചെയ്യുന്നവന് പേടിയില്ലാതെ പോകുന്നത് അവനത് ദുഷ്കൃത്യമാണെന്ന് കണക്കാക്കുന്നില്ല. കാരണം അവനത് എന്നാന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ദുഷ്കൃത്യമാണെന്ന് അറിഞ്ഞാൽ അവന് മനസാക്ഷി കുത്തുണ്ടാവും. ഈ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ അത് നിഴൽ പോലെ വന്ന് ഇവനെ വേട്ടയാടും. ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗുണപാഠം
ഇവന് എവിടെയോ നഷ്ടപ്പെട്ടു, കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ടി എൽ പറയുമല്ലോ, ഈ പേരന്റ് ഈഗോയുടെ മുരടിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ആ നശീകരണ അല്ലെങ്കിൽ അതിൻ്റെ അത് സൃഷ്ടിപരമല്ലാത്ത അവസ്ഥയിലായി കഴിയുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഏത് ക്രൂരകൃത്യം ചെയ്യാൻ അവനും ഒരു മനസ്സാക്ഷി കുത്തുമില്ല. കാരണം വെച്ചാൽ അവനോടത്തിൽ അത് തെറ്റല്ല. ഈ തെറ്റുണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ്. തെറ്റ് ശരി അവിടെയല്ലേ. ടോട്ടലി നമുക്ക് കൃത്യമായ ഒരു അതിർവരമ്പ് നിർണയിക്കാൻ ചില പ്രപഞ്ച സത്യങ്ങൾ പോലെ സൂര്യൻ ഭൂമിയിൽ എല്ലായിടത്തും കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അല്ലെങ്കിൽ കാണാവുന്ന ചന്ദ്രൻ നക്ഷത്രമല്ലല്ലോ, സൂര്യനും ചന്ദ്രനെയും ആകാശത്തിൽ ഇത്ര പ്രഭയോടെ കാണാവൂ. ഇത്തരത്തിലുള്ള പ്രപഞ്ച സത്യങ്ങളൊക്കെ വളരെ കുറവാണ്. എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ സ്വയം ഇങ്ങനെ വിലയിരുത്താനൊക്കെ ശ്രമിക്കും. ഇത് ശരിയാകുന്നു, അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ. ഞാനും ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയാനിട വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറിവിലും എൻ്റെ നിലവാരത്തിലും വെച്ച് ഞാൻ വിധി എഴുതുമ്പോഴാണ് അവിടെ തെറ്റ് ഞാൻ കണ്ടുപിടിക്കുന്നത്, അല്ലെ അത് കുറ്റമായി പോകുന്നത്, അല്ലെങ്കിൽ പാപമായി തീരുന്നത്. മറിച്ച് എനിക്ക് എൻ്റെ ശരി, ഓരോരുത്തർക്കും അവനവൻ്റെ ശരി എന്നൊന്ന് മാറി ചിന്തിച്ചാൽ പിന്നെ എല്ലാം ശരികളാണ്. അല്ലേ? ഒരു പ്രവൃത്തി തെറ്റോ ശരിയോ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് വിധിക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട അതൊരു പ്രവൃത്തി മാത്രമാണ് എന്നുള്ള നിലയിൽ മാത്രം നമ്മളതിനെ കാണാൻ പറ്റിയാൽ അത് ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ അതേക്കുറിച്ച് അധികം പറയുന്നില്ല. പിന്നെ പണ്ട് പൂർവികർ പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാവും, ഒരു തിരിച്ചടി ഉണ്ടാവും, സൂക്ഷിച്ചോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ പറഞ്ഞല്ലോ. ഇതിനകത്ത് എല്ലായിടത്തും എല്ലാം സൽഗുണങ്ങളുടെ ഗുണപാഠങ്ങൾ തന്നെയാണ്. എന്തായാലും ഒത്തിരി ഓർമ്മകൾ ഇങ്ങനെ വന്നു. പിന്നെ എനിക്ക് തോന്നുക, ഈ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, അയൽക്കാരനെ എങ്ങനെ സ്നേഹിക്കുന്നതെന്നാ പറഞ്ഞ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്നെയാണ്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറയുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് വ്യംഗ്യമായി പറഞ്ഞതും നിന്നെ സ്നേഹിക്കാൻ തന്നെയാണ്. ഇപ്പൊ മോഡേൺ സയൻസ് എന്നുള്ള ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ സെൽഫ് ലവിനെ കുറിച്ച് എത്ര പറഞ്ഞിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പെയാണ് ഇതൊക്കെ നമുക്ക് ഈ തിരുവചനങ്ങളായിട്ട് തിരുക്കുറളിലും ബൈബിളിലും അല്ലെങ്കിൽ മറ്റ് പുരാണ ഇതിഹാസങ്ങളിലും ഒക്കെ ഇത് പറഞ്ഞു തന്നിരിക്കുന്നു. എന്തായാലും സാറേ, നന്നാവാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ മനസ്സിനെ ശുദ്ധി ചെയ്യാനും നന്നായി ജീവിക്കാനും ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ഒത്തിരി താങ്ക്സ്, കടപ്പാട് തോന്നി പോകുന്നു. അത്രേ. താങ്ക് യു സോ മച്ച് സർ. ജോർജ് സാർ പൊളിച്ചടുക്കി. പറഞ്ഞപ്പോഴാ ഒരു കാര്യം, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന് പറഞ്ഞ ഒരു. അതെ. അപ്പോ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതാണ് പാപം എന്നാണല്ലോ അതിനകത്ത്. കറക്റ്റ്. അതാരോ പാടിയ കുഞ്ചൻ നമ്പ്യാരോ, ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം അപരന്റെ മുക്കിന്റെ അവിടം വരെ ഉള്ളൂ. കറക്റ്റ്. അതെ, മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുന്നതെല്ലാം പാപം. അത് പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എന്തുകൊണ്ടാകാം, ഏത് രീതിക്കായാലും. ഒരു അടുത്ത ആഴ്ചയില് അധികാരം 22 ഒപ്പുരവ് അറിതൽ എന്ന് പറഞ്ഞാല് അറിഞ്ഞ് ഉപകരിക്കൽ, അതായത് ഫേവർ ചെയ്യുക. മറ്റവർക്ക് ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് രീതിക്കായാലും ഉള്ള ഫേവർ ആയാലും. ഇപ്പൊ പ്രകൃതി എടുക്കുകയാണെങ്കിൽ മഴ നമ്മുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഭൂമിക്ക് മഴ പൊഴിയുന്നത്, മഴ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഭൂമി തിരിച്ചെന്തെങ്കിലും കൊടുക്കുന്നുള്ള രീതിക്കല്ല. അതേപോലെ നമ്മൾ മറ്റുള്ളവർക്കൊരു എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ലോകത്തിന്റെ ആവശ്യം എന്തെന്ന് കണ്ടറിഞ്ഞ് അതിന് ഉപകരിക്കുക. പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒന്നായിരിക്കരുത് അത്. സജ്ജനങ്ങൾ ഒരിക്കലും ഉപകാരം എന്ന നിലയ്ക്കല്ല, നമ്മുടെ കടമ എന്ന നിലയ്ക്കാണ് അന്യദുഃഖം അറിഞ്ഞ് വേണ്ടത് ചെയ്യുന്നത്. അത് തന്നെയാണ് സജ്ജനധർമ്മം. അതിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ ഫേവർ അല്ലെങ്കിൽ ഉപകാര സ്മരണ അല്ലെങ്കിൽ ഉപകാര ബോധം എന്നാണ് അതിന് പറയുന്നത്.
അപ്പൊ ഇത്രയും നമ്മുടെ ഈ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് സിനിമകളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പറയാണ്, നീ ഇത്തിരിയെങ്കിലും നന്മ ചെയ്യുക, നിനക്ക് നിന്റെ കൂടെ ഉള്ളവരോട് അല്ലെങ്കിൽ ആ പ്രകൃതിയോട് ചെയ്യേണ്ട കുറെ കടമകളുണ്ട്, അതിന്റെ ഒരു അംശമെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അടുത്തേക്ക് വരുന്നത്, ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഷീലാമ പറഞ്ഞോളൂ. മോഹൻദാസ് സാർ, താങ്ക്സ്, വളരെ സന്തോഷം തോന്നി. കുറെ നല്ല ഉപദേശങ്ങളാണ് സാറ് ഇതിലൂടെ തന്നത്. സാറ് ചോദിച്ചോട്ടെ, ഈ തമിഴ് കൊടുന്തമിഴാണോ സാറേ ഇത്? പിന്നെ സാധാരണ നമ്മൾ കേട്ടിട്ടില്ലാത്ത തമിഴാ. അവര് പദങ്ങളൊക്കെ ഇത്തിരി ഇതായിട്ടുള്ളതാണ്. അതെ തന്നെ. പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള ഒരു അമ്മാനാട് എന്നുള്ള രീതിക്കാണ് പുള്ളി ഒരേ വാക്കുകൊണ്ട് തന്നെ അതിന്റെ പല വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ഇതാണ് അടുത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ആകർഷണം ഉണ്ടാകുന്നത്. ആ ഈരടികൾക്ക് ഒരു ഈണം കിട്ടാൻ വേണ്ടി അതെ വരുന്ന അത് പിന്നെ നമ്മളെ കബീർദാസ് ദോഹ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ പറയുന്നല്ലേ. അതേപോലെ തന്നെയാണ് അത്. രമേശൻ നായർ അതുപോലെ മലയാളത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ വാക്കുകളുടെ ഇതായിട്ടല്ല എടുക്കുന്നത്, ശരിക്കും അർത്ഥവത്തായിട്ടുള്ള മലയാളത്തിന്റെ തന്നെ കാച്ചുകുറിക്ക് രീതിക്കാണ് തരുന്നത്. ആ 7 വാക്കുകൾ തന്നെയാണ് പുള്ളി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നേരെ അവസാനം നമ്മൾ പറയുന്നത് മറവിൽ പോലും പരദ്രോഹം മെണ്ണുകിൽ അവരെ കെടുത്തിടും ധർമ്മം. അതേ രീതിക്കാണ് ആ തിരുവള്ളുവർ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് രമേശൻ നായരും പല ആവർത്തിച്ച് മനസ്സിലിട്ട് ഉരുവിട്ട് നമുക്ക് കാച്ചു കുറിക്കുന്നതുപോലെ. പദമായിട്ടുള്ള മീനിങ് അല്ല, അത് വേറെ ബുക്കുകളുണ്ട്, അതിലൊക്കെ ഒരു വിവരണം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, അതിന്റെ തത്വം എന്താണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ രമേശൻ നായർ അതല്ല, നല്ല രീതിക്കുള്ള പ്രയോഗങ്ങളും മാത്രമല്ല സാഹിത്യ രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയായിരുന്നു. അതുപോലെ സാറേ, ഇപ്പൊ നമ്മള് അതില് പിന്നെ ദോഷമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴേ അത് പിന്നെ സഹജീവികളോട് പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുക, പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക, മോഷണം, ഈശ്വരനെ ഓർമ്മിക്കാതിരിക്കുക, വീട്ടിലുള്ളവർ തന്നെ രോഗികളോ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവരോ ആണെങ്കിൽ അവരെ ശ്രദ്ധിക്കാതിരിക്കുക, ദൈവദോഷം പറയുക, അന്യന്റെ മുതൽ ആഗ്രഹിക്കുക, സ്ത്രീ പുരുഷന്മാരെ അവരുടെ മര്യാദ പാലിക്കാതിരിക്കുക, മക്കൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതിരിക്കുക, ഇങ്ങനെ ഒട്ടനവധി കുറ്റങ്ങളും ദോഷങ്ങളുമാണ് സാറേ സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്നത്. നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇതിലെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കിട്ടിയത്. കുറച്ച് നമ്മളെ മനസ്സ് വിശാലമാക്കുക എന്നുള്ള ഒരു ഉപദേശം തരുന്നുണ്ട്. കാരണം ചിന്തിക്കുവാനും സ്നേഹിക്കുവാനും പൊറുക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇത്തരം ഉപദേശങ്ങളും കൂടി ആവുമ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു, അല്ലേ സാർ? തീർച്ചയായിട്ടും വേണം. ഈ തീപ്പൊരി മനസ്സിൽ കിടക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദുഷ്കർമ്മം ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും അത് നമ്മളെ പിറകോട്ട് വലിക്കും, ഇനി ചെയ്യാതെ എന്നുള്ള ആ ഒരു ചെറിയൊരു ബോധം സാറ് പിന്നെ ജോർജ് സാറും രോഹിത് സാർക്ക് പറഞ്ഞ പോലെ അത് ഉപബോധം മനസ്സിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് അവിടെ നിന്ന് ഒരു അറസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ തടസ്സമായിട്ടൊന്ന് നിൽക്കും. നീ ഇത് ചെയ്യണോ വേണ്ടോ ഒന്നുകൂടി ചിന്തിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാനുള്ള ഒരു ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവര് പറയുന്നത്. വേറെ ഒന്നല്ല, പണ്ട് നമ്മൾ അറിയാതെ ചെയ്തു പോയി എന്ന് പറയും, ഇനിയിപ്പോ അറിയാതെ ചെയ്തു എന്ന് പറയത്തില്ല, ഇത്രയും ഒരു ഉള്ളതുകൊണ്ട്. അപ്പൊ റോയ് സാർ കിട്ടിയെന്ന് തോന്നുന്നു. റോയ് സാർ ചോദിച്ചത് സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഇത്രയും നാള് ചെയ്തതിലൊക്കെ ഈ പറയുന്ന പലതിലും ഞാൻ വരുന്നുണ്ട്, ഇനി ഏതാണ് ചെയ്യാതിരിക്കാനുള്ളതെന്നും കൂടെ കുറച്ച് കിട്ടിയാൽ കൊള്ളാന്ന് റോയ് സാർ ചോദിച്ചപ്പോ എനിക്ക് സാമാന്യമായിട്ട് നമുക്ക് സമൂഹത്തിൽ കാണുന്ന കുറച്ച് ദോഷങ്ങളാണ് ഞാൻ ഈ നേരത്തെ വായിച്ചത് സാർ. പിന്നെ നമ്മുടെ ഒരു കാര്യം പറയുന്നത്, നമ്മള് പ്രകൃതിയോട് കാണിക്കുന്ന, മനുഷ്യനോട് മാത്രമല്ല പ്രകൃതിയോട് കാണിക്കുന്നതിന് നമുക്ക് തിരിച്ച് തരുന്നുണ്ട്. പ്രളയമായിട്ടും ഭൂമി കുലുക്കായിട്ടും തിരിച്ചു തരുന്നുണ്ട്. അത് നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തോന്നുന്നു. അതും ഇതിന് മറ്റൊരു ഇമ്പാക്റ്റ് കൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതായത് ഇന്നിപ്പം രാഷ്ട്രം, ലോകം ഒക്കെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടാണ്
രാജ്യത്ത് അത് പ്രാബല്യമാക്കി. അപ്പൊ ഈ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിലേക്ക് ജയിച്ചു കയറുന്നവരിൽ ഈ ഒരു ധാർമ്മിക മൂല്യവും ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിയമങ്ങൾക്ക് രൂപം കൊടുക്കും. അതല്ലെങ്കിൽ രാജ്യം മോശമാവും. ഇപ്പൊ ചില രാജ്യങ്ങളിലൊക്കെ മറ്റേ ഇപ്പൊ ഇവിടെ പോലും ഒക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞല്ലോ. ഇപ്പൊ ഉഭയസമ്മതത്തോടെ വേണമെങ്കിൽ എന്തും ചെയ്യാം, തെറ്റില്ല. നമ്മൾ തെറ്റെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പല കാര്യങ്ങൾ തെറ്റല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റു പല പ്രവർത്തികൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇന്ന് ചിന്തിക്കുന്ന പയ്യെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നത് ഉറക്കെ പറയാൻ തുടങ്ങി. അത്തരം ആളുകൾ സംഘടന ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മള് ലൈംഗിക തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് അതൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ അപ്പൊ അതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, പ്രതികൂലിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വരും. ഇപ്പോ 24 ആഴ്ച പ്രായം ഉള്ള കൊച്ചിനെ വേണമെങ്കിൽ അബോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ 6 മാസം ഗർഭത്തിൽ ഇരിക്കുന്ന കൊച്ചിനെ വേണം. ഒരു മനുഷ്യ രൂപമാണ് വാസ്തവത്തിൽ. അത് മനുഷ്യൻ തന്നെയാണ്, പൂർണ്ണ മനുഷ്യനാണ്. 6 മാസത്തിൽ ഇപ്പൊ ചില കുട്ടികളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് ഇൻക്യുബേറ്ററിൽ വെച്ച് വളർത്തി ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ നിഷ്കരണം അതിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, പ്രേരിതരാകുന്നു. ഇനി നിയമം കൂടെ വരുമ്പോഴോ ഇപ്പൊ നിയമത്തിന്റെ പിൻബലം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏതായാലും എല്ലാവരിലും ഉണ്ടാകട്ടെ. പഞ്ചായത്ത് മെമ്പർ മുതല് ഇന്ത്യയുടെ പരമോന്നത സമിതിയിൽ ഇരിക്കുന്നവർ വരെ ഇങ്ങനെയൊക്കെയുള്ള ബോധമുള്ളവരാകട്ടെ. അതില്ലാതെ വന്നാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഓക്കെ, ഗുഡ് സാർ. മോഹൻദാസ് സാർ, എനിക്ക് 8:30 ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നാളത്തെ ക്ലാസ് എന്നാന്ന് ഞാൻ ആലോചിച്ചില്ല. ഓക്കെ, പറയാം.